എം.ആർ. അജിത് കുമാറിന്റെ രക്തത്തിനായി പൊട്ടിപ്പുറപ്പെട്ട മൂരി ലഹളയുടെ പിന്നിൽ ആരില്ല? വൻസ്രാവിന്റെ മിഡിൽ സ്റ്റെമ്പ് തെറിക്കുന്നത് കാണുവാൻ ഈളയൊലിപ്പിച്ചിരുന്ന ബോസിന്റെ വേട്ടപ്പട്ടി നിലമ്പൂർ മൂരിക്കും കൈക്കാരൻ ഈത്തപ്പഴം ജലീലിനും കെ വിജയൻ കൊടുത്ത മറുപടി LDF കൺവീനർ സ്ഥാനത്തേക്ക് പുതുതായി അവരോധിതനായ TP രാമകൃഷ്ണന്റെ ഈ ചിരിയിലുണ്ട്. മൂരി വിപ്ലവത്തിന്റെ ഇവന്റ് പാർട്ണർമാരായ കാട്ടുകള്ളന്മാരുടെ ചാനലിലും ജിഹാദി ഫണ്ടിങ്ങോടെ നടത്തുന്ന ചാനലുകളുടെ മാപ്രകൾക്കും PR ഫണ്ടിങ് ലഭിച്ച് മൂരി വിപ്ലവത്തിന് സകല പിന്തുണയും കൊടുത്ത മാപ്രകൾ ചോദിച്ച ചോദ്യത്തിനുമുള്ള ഉത്തരവും TP രാമകൃഷ്ണന്റെ ഈ ചിരിയിലുണ്ട്. കൺവീനറിന്റെ ആ ചിരി ഒന്നുകൂടി കാണിക്കാമോ പ്ലീസ്? അങ്ങനെ കഴിഞ്ഞ 2 ആഴ്ചകളിലായി ആളി കത്തിച്ചു കൊണ്ടുവന്ന മൂരി വിപ്ലവത്തിന് ഒരു പരിസമാപ്തിയായി. ബെസ്റ്റ് എന്തൊക്കെയായിരുന്നു? വിക്കറ്റ്, മിഡിൽ സ്റ്റെമ്പ്, സ്രാവിന്റെ കുറ്റി, മൂരിയുടെ കൊമ്പ്, തൃപ്തിയായി. ഇന്ന് രാവിലെ ആരംഭിച്ച LDF മന്ത്രിമാരുടെയും ഉച്ചതിരിഞ്ഞ് നടന്ന LDF നേതാക്കളുടെ യോഗത്തിലും ADGP എം.ആർ. അജിത് കുമാറിനെതിരെ നടപടിയെടുക്കുമെന്നും അദ്ദേഹത്തിനെ എവിടേക്കായിരിക്കും മാറ്റുന്നത് എന്നുവരെ ഇന്ന് മാധ്യമങ്ങൾ രാവിലെ തന്നെ പ്രവചിച്ചിരുന്നു. പക്ഷേ ഇതാണ് അവസാനം സംഭവിച്ചത്. വെളിയിൽ നിന്ന് വലിയ ഗീർവാണങ്ങൾ കത്തിച്ചു വിടുമെങ്കിലും ഘടകകക്ഷിയിലെ അണ്ണന്മാർക്ക് പിണറായിയുടെ മുന്നിൽ ചെല്ലുമ്പോൾ നിക്കറിൽ മൂത്രം കിനിയുന്ന രോഗമുണ്ടെന്ന് പറയുന്നത് വളരെ ശരിയാണെന്ന് ഇന്നവർ വീണ്ടും തെളിയിച്ചു. പിണറായിയുടെ ഉറച്ച തീരുമാനം TP രാമകൃഷ്ണൻ നല്ല അടിപൊളിയായി സരളമായി മാപ്രകളുടെ വായടപ്പിക്കുന്ന രീതിയിൽ പത്രസമ്മേളനത്തിൽ പറയുകയുണ്ടായി. കണ്ടതല്ല പ്രശ്നം, എന്തിനു കണ്ടു എന്നുള്ളതാണ് പ്രശ്നം. സാധാരണ നിലയിൽ കണ്ട എന്നെ ആരെങ്കിലും കാണാൻ വരുന്നുണ്ട്, ഞാൻ കാണുന്നില്ലേ? ഇനി നിങ്ങളെ ആരെങ്കിലും ഒരാൾ കാണാൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റുമോ? നിങ്ങളെ ഒരാൾ നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത ഏതെങ്കിലും ഒരാൾ ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത സുഹൃത്തുക്കളോടോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ആരോടോ പറഞ്ഞു വരും. കാണില്ല, കാണാൻ പാടില്ല എന്ന് പറയാൻ പറ്റുമോ നമുക്ക് ആർക്കെങ്കിലും ഒരു വ്യക്തിയെ? അൻവർ എഴുതി കൊടുത്ത ആരോപണത്തിൽ പറഞ്ഞ കുറെ പ്രശ്നങ്ങളുണ്ട്, അതെല്ലാം അന്വേഷിക്കാൻ പോകുന്നുണ്ട്. ഇനി അൻവർ ഇങ്ങനെ പറഞ്ഞതിനെ കുറിച്ച് എന്തെങ്കിലും ആരോപണം നിങ്ങൾക്ക് ആർക്കുണ്ടോ? നിങ്ങൾ എഴുതി കൊടുത്താൽ അതും അന്വേഷിക്കും. ഫോൺ ചോർത്തൽ നടപടിയോ അതുപോലെ എന്തെങ്കിലും പ്രശ്നങ്ങളെ കുറിച്ച് ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ആ പരാതി ഉന്നയിച്ചു കഴിഞ്ഞാൽ അതിനെക്കുറിച്ചും അന്വേഷിക്കും. അൻവർ ഉന്നയിച്ച എല്ലാ പ്രശ്നങ്ങളെ കുറിച്ചും അന്വേഷിക്കാൻ പോകും. അപ്പൊ കുറച്ച് വെയിറ്റ് ചെയ്യും. നമുക്കത് എന്തായാലും നമ്മളെല്ലാവരും ഇവിടെ ഉണ്ടാവേണ്ട ആളുകളല്ലേ. അൻവറിന് മാത്രമല്ല 3.5 കോടി ജനങ്ങളിൽ ആർക്ക് വേണമെങ്കിലും എത്ര പരാതി വേണമെങ്കിലും ആർക്കെതിരെ വേണമെങ്കിലും കൊടുക്കാമെന്നും അത് പാർട്ടി അന്വേഷിക്കും, ഒന്നല്ല 3 DGPമാരെ കൊണ്ടെങ്കിലും മിനിമം അന്വേഷിപ്പിക്കുമെന്നും വേണമെങ്കിൽ കഴിഞ്ഞ വർഷമേ അന്വേഷണം നടത്താം എന്ന് പറഞ്ഞ് ദാണ്ടെ ഇങ്ങനെ ഒരു ചിരി ചിരിച്ചു. ഒരു കണക്കിന് പിണറായി LDF കൺവീനർ സ്ഥാനത്ത് നിന്നും സിറ്റപ്പനെ എടുത്ത് അയ്യത്ത് കളഞ്ഞത് നന്നായി. ഇന്ന് സിറ്റപ്പനായിരുന്നുവെങ്കിൽ അടുത്ത മണ്ടത്തരം പറഞ്ഞ് അടുത്ത വിവാദമുണ്ടാക്കിയേനെ, ആളുകളെ ചിരിപ്പിച്ച് കൊല്ലുകയും ചെയ്തേനെ. എന്നാൽ TP രാമകൃഷ്ണൻ വളരെ തന്മയത്വത്തോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തു. എല്ലാം ആ ചിരിയിൽ ഒതുങ്ങി. ഇനി നമ്മുടെ വിഷയത്തിലേക്ക് വരാം. എല്ലാ തരികടകളും ചെയ്യിപ്പിച്ച പിണറായി വിജയന്റെ രാജി ആവശ്യപ്പെടാതെ, പിണറായി വിജയന്റെ രക്തത്തിന് മുറവിളി കൂട്ടാതെ എന്തുകൊണ്ടാണ് ADGP എം.ആർ. അജിത് കുമാറിനെതിരെ PV അൻവറിനെ മുന്നിൽ നിർത്തി ജിഹാദിസ്റ്റുകൾ മുറവിളി കൂട്ടിയത്, മീഡിയ ടെററിസത്തിന് വിത്തുപാകിയത്? ഈ വിപ്ലവത്തിൽ ആരൊക്കെ പങ്കാളികളായി എന്ന് നമുക്ക് നോക്കാം. ജിഹാദി ഫണ്ടിങ്ങോടുകൂടി പ്രവർത്തിക്കുന്ന ചാനലുകൾ, ജിഹാദികളുടെ PR ഏജൻസികളുടെ ഫണ്ട് മേടിച്ച് ക്യാമ്പയിൻ നടത്തിയ ചാനലുകൾ, ജിഹാദികൾക്കായി സീഡിംഗ് ക്യാമ്പയിൻ നടത്തുന്ന സോഷ്യൽ മീഡിയ ഹാൻഡ്ലിങ്ങുകൾ, ജിഹാദികൾ വിജയന് ശേഷം കേരളത്തിലെ അടുത്ത മുഖ്യ കള്ളനായി വളർത്തിയെടുത്തുകൊണ്ടുവരുന്ന VD സതീശൻ, എന്തിന് BJPയുടെ കേരള ഘടകത്തിന്റെ നേതാവ് K. സുരേന്ദ്രൻ, തീർന്നില്ല ദിവസവേതനത്തിന് പണിയെടുക്കുന്ന മാധ്യമ നിരീക്ഷകർ, അങ്ങനെ വലിയൊരു ശൃംഖലയെ തന്നെ എം.ആർ. അജിത് കുമാറിന്റെ രക്തത്തിനായി പ്രവർത്തിച്ച വിപ്ലവ സേനയുടെ കണ്ണിയിൽ കൊരുത്തെടുക്കുകയുണ്ടായി. അവർ എണ്ണയിട്ട ഒരു മെഷീൻ പോലെ 2 ആഴ്ചക്കാലം തോളോട് തോൾ ചേർന്ന് കേരളത്തിലെ സകല പ്രശ്നങ്ങളെയും തമസ്കരിച്ച് ഈ വിഷയം ലൈവായി കത്തിച്ചു നിർത്തി. ഞാൻ ആ പദം വീണ്ടും ആവർത്തിക്കുന്നു, റേപ്പിംഗ് ഓഫ് ദ മൈൻഡ്. ഇതിന്റെ എല്ലാം പിന്നിൽ ആരാണെന്ന് ശരിക്കും സ്വപ്ന സുരേഷ് കഴിഞ്ഞ ദിവസം ഒരു സ്വകാര്യ ചാനലിൽ ഇരുന്ന് വെളിപ്പെടുത്തിയിരുന്നു. ആരാണ് ബിഗ് ബോസ് എന്ന്? സ്വർണ്ണക്കടത്തടക്കം അവയവക്കടത്തടക്കം ഉള്ള കേസുകളിൽ അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ ഒരിക്കലും പുറത്തു വരരുത് എന്ന് ഓർക്കുക. ഒരു ADGP പദവിയിലിരിക്കുന്ന ഒരു മുതിർന്ന IPS ഉദ്യോഗസ്ഥൻ കേന്ദ്ര സർക്കാർ ജീവനക്കാരനാണ്.
നാളെ അദ്ദേഹം ഏതെങ്കിലും ഒരു കേന്ദ്ര ഏജൻസിയുടെ തലപ്പത്ത് വന്നേക്കാം. രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട സുപ്രധാന പദവിയിലും എത്തിയേക്കാം. അവർ കേന്ദ്രം ഭരിക്കുന്ന പല നേതാക്കളുമായും പല കൂടിക്കാഴ്ചകളും നടത്തിയേക്കാം. ഔദ്യോഗിക ജീവിതത്തിന് ശേഷം ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിലും കയറുകയും ചെയ്തേക്കാം. അങ്ങനെ സംഭവിക്കാതിരിക്കുവാൻ, തനിക്ക് ഭീഷണിയായി മാറാതിരിക്കുവാൻ ഒന്നുകിൽ വിടക്കാക്കി കൂടെ നിർത്തുക, അല്ലെങ്കിൽ ആത്യന്തികമായി കരിയർ നശിപ്പിച്ച് കളയുക. എന്നാൽ ഭാവി ഭാസുരമാകുമെന്ന് അവർ കരുതുന്നു. രാജ്യം ഞെട്ടുന്ന കാര്യങ്ങൾ ആണിവിടെ നടന്നിരിക്കുന്നത്. പാകിസ്ഥാനിൽ നിന്നും വന്ന കണ്ടെയ്നർ കണക്കിന് കൗണ്ടർഫീറ്റ് നോട്ടുകൾ ഉപയോഗിച്ച് മലപ്പുറം, കോഴിക്കോട്, കൊല്ലം, കരുനാഗപ്പള്ളി, തിരുവനന്തപുരത്തിന്റെ അതിർത്തി തമിഴ്നാട് കേന്ദ്രീകരിച്ച് കഴിഞ്ഞ 20 വർഷങ്ങൾക്കിടയിൽ തട്ടിക്കൂട്ടിയ സ്വകാര്യ റിലീജിയസ് ട്രസ്റ്റുകളുടെ പേരിൽ വാങ്ങിക്കൂട്ടിയ 10,000 ഏക്കർ സ്ഥലങ്ങൾ, കൊമേഴ്സ്യൽ എസ്റ്റാബ്ലിഷ്മെന്റുകൾ, ആരംഭിച്ച ഡീംഡ് യൂണിവേഴ്സിറ്റികൾ, ആശുപത്രികൾ, മെഡിക്കൽ കോളേജുകൾ, ഖുറാന്റെ മറവിൽ കൊച്ചി പോർട്ടിൽ എത്തിച്ച കണ്ടെയ്നർ കണക്കിന് സ്വർണവും കൗണ്ടർഫീറ്റ് നോട്ടുകളും എവിടേക്ക് പോയി എന്ന വസ്തുതകൾ, ആഫ്രിക്കയിൽ നിന്നും കൊണ്ടുവന്ന 10,000 രാസലഹരിയുടെ കൺസൈൻമെന്റുകൾ പുറംകടലിൽ വെച്ച് എവിടേക്ക് കൊണ്ടുപോയി എന്നത് സംബന്ധിച്ച്, നയതന്ത്ര ബാഗേജ് വഴിയും അല്ലാതെയും കടത്തിക്കൊണ്ടിരിക്കുന്ന ഗോൾഡ് സ്മഗ്ലിങ്ങിനെ കുറിച്ച്, ആഫ്രിക്കയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന തോട്ടണ്ടിയുടെ മറവിൽ നടക്കുന്ന സ്വർണ്ണ മയക്കുമരുന്ന് കടത്തുകൾ, കൊച്ചിയിലെയും കോഴിക്കോട്ടെയും തിരുവനന്തപുരത്തെയും വൻകിട ആശുപത്രികൾ കേന്ദ്രീകരിച്ച് നടത്തുന്ന അവയവ കച്ചവടങ്ങൾ. ഡോക്ടർ ഗണപതി പുറത്തുവിട്ട കാര്യങ്ങൾ ആരും മറന്നിട്ടില്ലല്ലോ അല്ലേ? അത് ആരുടെ ആശുപത്രിയായിരുന്നു? റിലീജിയസ് സ്ഥാപനങ്ങളുടെ പേരിൽ, കള്ളസ്വാമിമാരുടെ പേരിൽ, പുതുതായി ഉണ്ടാക്കിയ ക്രൈസ്തവ സഭകളുടെ പേരിൽ ഇവരുടെ FCRA അക്കൗണ്ടുകൾ ഉപയോഗിച്ച് നടത്തുന്ന ഹവാല ഇടപാടുകൾ, ബിനാമി ഇടപാടുകൾ, കൊലപാതകങ്ങൾ, 0% പണിക്കൂലിയിൽ കടത്തിക്കൊണ്ടുവരുന്ന സ്വർണം ഹോൾസെയിലായി വിൽക്കുന്ന 100 കണക്കിന് ജ്വല്ലറികൾ കേരളത്തിൽ കൂണുപോലെ മുളച്ചു പൊങ്ങുന്നതിന് പിന്നിൽ ആരാണ്? സിനിമാ സംഘടനകളുടെ മറവിൽ വിദേശത്ത് നടക്കുന്ന സ്റ്റേജ് ഷോകളുടെ മറവിൽ നടത്തിയ സ്വർണ്ണക്കടത്തുകൾ, അങ്ങനെ പല കച്ചവടങ്ങളും അറിയാവുന്ന ആളാണ് ADGP അജിത് കുമാർ. ആ അജിത് കുമാറിന്റെ രാജിക്കായിയാണ് ജിഹാദി സ്പോൺസേഡ് വിപ്ലവം ഇപ്പോൾ നടക്കുന്നത്. അവർക്കുണ്ടായ നഷ്ടങ്ങൾ എന്താണെന്ന് കൂടുതൽ വിശദാംശങ്ങൾ പിന്നാലെ. അൻവറിനെ വിട്ടുകള, ഒരു കഥയില്ലാത്തവനാണവൻ. അൻവറിന്റെ പിന്നിൽ ആരാണ് എന്നാണ് നാം അന്വേഷിക്കേണ്ടുന്നത്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.